ഒരു ക്രാക്ക് പോലും ഇല്ലാത്തൊരു ബിൽഡിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ലേ? ഹലോ നമസ്കാരം, ഞാൻ അക്ബർ, സിവിൽ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ്. നമ്മൾ സാധാരണ കണ്ടുവരുന്ന ക്രാക്സ് ഹെയർലൈൻ ക്രാക്സ്, സ്ട്രക്ചറൽ ക്രാക്സ്, നോൺ സ്ട്രക്ചറൽ ക്രാക്സ്. ഹെയർലൈൻ ക്രാക്സ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ബിൽഡിങ്സിൽ കാണുന്ന ക്രാക്സ് ആണ്. അടുത്തതായി സ്ട്രക്ചറൽ ക്രാക്സ്. ബിൽഡിങ്ങിന്റെ സ്റ്റെബിലിറ്റി എഫക്ട് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ, സ്ട്രക്ചറലി എഫക്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അത് സ്ട്രക്ചറൽ ക്രാക്സ് ആയിട്ട് പറയും. അടുത്തതായി നോൺ സ്ട്രക്ചറൽ ക്രാക്സ്. അത് ബിൽഡിങ്ങിന്റെ സ്റ്റെബിലിറ്റി എഫക്ട് ചെയ്യാതെ, ഇന്റേണലി എഫക്ട് ചെയ്യാതെയുള്ള ക്രാക്സ് ആണ് നോൺ സ്ട്രക്ചറൽ ക്രാക്സ്. ഈ ക്രാക്കിനെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ഹെയർലൈൻ അല്ലെങ്കിൽ നോർമൽ ക്രാക്സിനെ ആ ക്രാക്ക് വിടുത്ത് വൈഡാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ക്രാക്ക് ഫില്ലർ അപ്ലൈ ചെയ്ത് നമുക്കത് ഫില്ല് ചെയ്യാം. അത് സ്ട്രക്ചറൽ ക്രാക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോക്സി ഓർ PU പോലുള്ള കെമിക്കൽസ് അതിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിന് ട്രീറ്റ് ചെയ്തെടുക്കാം. ഇനി ഹൈറൈസ് ബിൽഡിങ്ങിൽ വരുന്ന കോംപ്ലിക്കേറ്റഡ് ക്രാക്സ് ആണെങ്കിൽ നമുക്ക് CFR പോലുള്ള, അഥവാ കാർബൺ ഫൈബർ റീഇൻഫോഴ്സ്മെന്റ് പോലുള്ള CFR ആപ്ലിക്കേഷനിലൂടെ നമുക്കത് ട്രീറ്റ് ചെയ്തെടുക്കാം. എത്ര വലിയ ക്രാക്ക് ആണെങ്കിലും നമുക്കതിനെ സ്പെസിഫിക് ആയിട്ടുള്ള മെത്തേഡ് വെച്ച് ട്രീറ്റ് ചെയ്തെടുക്കാം. ക്രാക്ക് ഫില്ലിങ്ങിന് ഒരുപാട് മെറ്റീരിയൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യാം.